അനന്തപുരിയുടെ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഒരു നക്ഷത്രം അസ്തമിച്ചിട്ട് ഇന്നേക്ക് 2 ആണ്ട്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഭരണാധികാരി, ജനങ്ങളുടെ സ്വന്തം കുഞ്ഞുകുഞ്ഞ്. ജൂലൈ 18 ആ ജീവിതം നിലച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ഹലോ മഞ്ചാണ്ടി, പിന്നെ നമ്പർ പറഞ്ഞേ. അബുദാബിയിലല്ലേ? പുതുപ്പള്ളിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ കൂടിയിരുന്ന ഒരു ജീവിതം. പുതുപ്പള്ളിയുടെ മണ്ണ് മുതൽ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികൾ വരെ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പാദസ്പർശമുണ്ടായിരുന്നു. ഒരു സാധാരണ വിദ്യാർത്ഥിയായി യൂണിവേഴ്സിറ്റി കോളേജിന്റെ പടികൾ കയറിയപ്പോൾ ഭാവിയിലെ മുഖ്യമന്ത്രിയെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ജനകീയത എന്നതിന്റെ പര്യായ പേര്. KSUവിന്റെ ഒരു പ്രവർത്തകനായി തുടങ്ങി, പിന്നീട് അതിന്റെ അമരക്കാരനായി. യുവത്വത്തിന്റെ തീക്ഷ്ണതയും ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ കൈമുതലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും ജനങ്ങളോടൊപ്പമായിരുന്നു. ജനസമ്പർക്ക പരിപാടി അത് വെറും ഒരു ഔദ്യോഗിക പരിപാടിയായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നിശബ്ദ വിപ്ലവത്തിൻ തീജ്വാലകളുള്ളം. കഷ്ടപ്പാടുകൾ പറയുന്നവർ, രോഗികൾ, സഹായം തേടിയെത്തുന്നവർ, അവർക്കെല്ലാം മുന്നിൽ ആ വാതിലുകൾ എന്നും തുറന്നു കിടന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ കാതുകൾ ജനങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടു, ആ കൈകൾ സഹായം നൽകി, ആ സാന്നിധ്യം ആശ്വാസമായി. ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിയേക്കാൾ ഒരു സാധാരണക്കാരന്റെ മനസ്സോടെ അദ്ദേഹം അവരെ കേട്ടു. ഒരു കസേര പോലും ഇല്ലാതെ ജനങ്ങൾക്ക് നടുവിൽ നിലത്തിരുന്ന അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. ആ ലാളിത്യം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരുന്നപ്പോഴും സാധാരണക്കാരന്റെ ജീവിതം അദ്ദേഹം മറന്നില്ല. മുണ്ടിന്റെ കോന്തലിൽ ചുരുട്ടിവെച്ച പേപ്പർ തുണ്ടുകൾ, അതിൽ നിറയെ സാധാരണക്കാരുടെ അപേക്ഷകളായിരുന്നു. നിയമസഭയിലും പാർലമെന്ററി രംഗത്തും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അടിയുറച്ച നിലപാടുകൾ, രാഷ്ട്രീയ എതിരാളികളെ പോലും ബഹുമാനിക്കുന്ന രീതി. അദ്ദേഹത്തിന്റെ യാത്ര ജനങ്ങളോടൊപ്പമുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. തിരക്കിനിടയിലും ഒരാളെയും കണ്ടില്ലെന്ന് നടിക്കാതെ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്നു. പുതുപ്പള്ളിയിലെ ഓരോ വീടും ഓരോ വ്യക്തിയും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ആ സ്നേഹത്തിന്റെ ബന്ധം ഒരു രാഷ്ട്രീയ നേതാവിനും ജനങ്ങൾക്കുമിടയിലുള്ള ബന്ധമായിരുന്നില്ല, അതൊരു കുടുംബ ബന്ധമായിരുന്നു. ഒരു നേതാവിനേക്കാൾ ഉപരി ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു അച്ഛനെ പോലെ അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നു. ഓർമ്മകൾക്ക് മരണമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരു പുഴ പോലെ ജനഹൃദയങ്ങളുടെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കും.